നിങ്ങളൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ അറിയായിരിക്കും അല്ലേ. സോ ഇതിനായിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം വേർഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനായിട്ട് നമുക്കൊരു സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് FX റിപ്ലൈ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് FX റിപ്ലൈ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഇതുപോലൊരു ഇന്റർഫേസിലായിരിക്കും വരിക. ഇവിടെ ഒരുപാട് ഡാറ്റകൾ ആക്ച്വലി വരുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ ഡാഷ്ബോർഡിൽ പോയതിന് ശേഷം ജസ്റ്റ് സെഷൻസിലോട്ട് പോവുക. എന്നിട്ട് പുതിയൊരു സെഷൻ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ പേര്, ദെൻ നിങ്ങളുടെ അക്കൗണ്ട് സൈസ് എത്രയാണോ അത് കൊടുക്കുക. ജസ്റ്റ് ഞാനൊരു 5K എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ദെൻ നിങ്ങൾ ഏതാണോ ട്രേഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബേസിക്കലി യൂസ് ചെയ്യുന്നത് അത് ഇവിടെ കൊടുക്കുക. ഞാൻ എന്ത് ചെയ്യുക, XAUSD എന്ന് കൊടുക്കുകയാണ്. എൻ്റെ ഓവാൻ്റെ ചാർട്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ദെൻ താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റ് മുതലുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ മാസം ജൂലൈ മുതലുള്ള ഇത് മുതൽ ഇന്നത്തെ ദിവസം വരെയുള്ള കാര്യമാണ് ഞാൻ ബാക്ക് ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് സെഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറൻ്റ്ലി നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ് മുതലുള്ള ഡാറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു നോർമൽ ഒരു ട്രേഡിംഗ് വ്യൂ പോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ സ്പീഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ ചെയ്തിട്ട് നോർമലി ട്രേഡ്സുകൾ പുഷ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, ഇവിടെ ട്രേഡ്സുകൾ പോകുന്നതാണ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എനിക്കൊരു ബൈ എൻട്രി ആണ് എനിക്ക് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വെച്ചു. അതിനുശേഷം ഞാൻ ബൈ സെലക്ട് ചെയ്തു. എനിക്കിവിടെ ലോട്ട് സൈസ് സെലക്ട് ചെയ്യണം. ഞാനൊരു 1 ലോട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ബൈ ഇടുവാണ്. ഓക്കെ, അവിടെ ബൈ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനീഷ്യേറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ SL വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് SL താഴോട്ട് വലിച്ചു വെക്കുക. ദെൻ TP വെക്കാനായിട്ട് TP ജസ്റ്റ് അവിടെ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് വലിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിത് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊസിഷൻ സൈസും കൂടെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ അറിയാമല്ലോ, നോർമലി നിങ്ങൾക്ക് ലോങ് പൊസിഷൻ ആൻഡ് ഷോർട്ട് പൊസിഷൻ ടൂളുകളുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ പൊസിഷൻ സൈസും കൂടെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൽ ട്രേഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നോർമലി ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് റീപ്ലൈ മോഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ നോർമലി എങ്ങനെയാണോ ട്രേഡ് റൺ ആവുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ട്രേഡ്സുകൾ റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.